എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയ കാടുകയറുന്ന ഇന്ത്യൻ മാവോവാദം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മാവോയിസ്റ്റുകളും മാവോയിസവും എന്ന പേരുകളിൽ രാജ്യത്തും സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ തരത്തിൽ ഭരണവർഗ താല്പര്യങ്ങൾ കീഴടങ്ങുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലുടെ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ മാർക്സും ലെനിനും മാവോയും ഒക്കെ എതിർക്കുകയും തിരുത്തുകയും ചെയ്തു പോന്നിട്ടുണ്ട്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുക്കാതെ മറ്റൊരു രാജ്യത്തിന്റെ വിപ്ലവവാദയെ യാന്ത്രികമായി അനുകരിക്കുന്നവരെ കണ്ണുകെട്ടി കുരുവെ പിടിക്കുന്നവരെന്നാണ് മാവോ തന്നെ പരിഹസിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാർവദേശീയ രംഗത്തും ദേശീയ സമരങ്ങളിലും സമകാലീന ഇന്ത്യയിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടിലും പരിപാടിയിലും മുൻനിർത്തി വിശകലനം ചെയ്യുന്ന കൃതിയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയിട്ടുള്ള കാടുകയറുന്ന ഇന്ത്യൻ മാവോയിസം എന്ന പുസ്തകം. കേരളത്തിലടക്കം സമകാലികമായി അഭിമുഖീകരിച്ച മാവോയുടെ പേരുപയോഗിച്ചുള്ള പ്രവണതകളെയും വിലയിരുത്തുന്നുണ്ട്. ഈ കൃതി പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, സാമൂഹ്യ പ്രക്രിയയെ ഗൗരവമായി സമീപിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട കൃതിയാണ്. എം.വി. ഗോവിന്ദൻ മാസ്റ്റർ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ചിന്ത തന്നെ വിഭജന പ്രസ്ഥാനം, അതുപോലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം എന്നിവയുടെ ചരിത്രങ്ങളെ സംബന്ധിച്ച കൃതികൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വത്ത് രാഷ്ട്രീയത്തിനെ കുറിച്ചും ചരിത്രപരമായ ഭൗതികവാദത്തെ കുറിച്ചുമുള്ള ദാർശനിക കൃതികളും എം.വി. ഗോവിന്ദൻ മാസ്റ്ററിനതായിട്ട് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എം.വി. ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഇന്ന് അഴീക്കോടൻ ദിനമാണ്. ചിന്ത ആരംഭിക്കുന്നത് 1973 അഴീക്കോടൻ ദിനത്തോട് അനുബന്ധിച്ച് ഉള്ള തുടക്കമാണ് ചിന്ത പബ്ലിഷേഴ്സ് 1973 ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ 47 വർഷം പിന്നിടുന്നു. ഏതാണ്ട് 6000-ലധികം ടൈറ്റിലുകളുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമായി വളർന്നിരിക്കുന്നു. ചിന്തയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പോകുന്നതിനുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു പോരുകയും ചെയ്യുന്നു. അങ്ങനെ ചിന്തയുടെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പുസ്തകോത്സവത്തിൽ ഇതര പ്രസാധക പുസ്തകങ്ങൾ കൂടിയിട്ട് കൊണ്ടുവരികയും അത് ആളുകൾക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു കൃതി പ്രസിദ്ധീകരിക്കാനുള്ള അഭിമാനകരമായ മുഹൂർത്തം സംജാതമായിട്ടുള്ളത്. ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത് എസ് രാമചന്ദ്രൻ പിള്ളയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ MP, കർഷക സംഘത്തിന്റെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള SRPയെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്വീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേരേണ്ടിയിരുന്ന സഹാനാവും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. CP ഈ ചിന്തയുടെ പബ്ലിഷേഴ്സിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഭാഗമായിരുന്നിട്ടുള്ളയാളാണ്. CPI ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായിട്ടുള്ള VB പരമേശ്വരൻ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി VB പരമേശ്വരനെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ചിന്തയുടെ എഡിറ്റർ ജയദേവദാസാണ്. സാറിന് ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നത് ഭാരതപൂർ. ഇന്ത്യൻ മാവോവാദം എന്ന പുസ്തകത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും വേണ്ടി പടമെഴുതിയ ഇതിൻ്റെ പേരിലാണ് വർഗശക്തികളും തീവ്രവാദികളും ചേർന്ന് അഴീക്കോടിനെ ഇല്ലാതാക്കുന്നത്. ആ ദിവസത്ത് തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് അഭിമാനകരമാണെന്ന് ഞങ്ങൾ പുസ്തകം പ്രസാദനം ചെയ്യുന്നതിന്
കേട്ടിട്ടുണ്ട്. ആദ്യമായി സഹാവ് ഇസാഖിയും തുടർന്ന് സഹാവ് കോടിയേരിയും ഞങ്ങളോട് 2 വാക്ക് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, ശിവകുമാർ, സി.ടി. നാരായണൻ, വി.ടി. പരമേശ്വരൻ, ഗോപി നാരായണൻ, പ്രിയപ്പെട്ട സ്നേഹിതരെ സഖാവ്, ഇന്ന് അഴീക്കോടൻ ദിനമാണ്. ചിന്ത പബ്ലിഷേഴ്സിൻ്റെ വാർഷിക പുസ്തകോത്സവം തുടങ്ങുന്ന ഉത്സവമാണ്. അതുമായി ബന്ധപ്പെടുത്തിയാണ് സഖാവ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയ കാടുകയറുന്ന ഇന്ത്യൻ നവോവാദം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടന്നു. ഈ ചടങ്ങിൽ സമർപ്പിക്കാനും പുസ്തകം പ്രകാശനം ചെയ്യാനും കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ പുസ്തകം വളരെ ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ചിന്തയുടെയും ഉൽപ്പന്നമാണ്. ഈ പുസ്തകത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആശയസമരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. റിവിഷനിസത്തിനും സെക്ടേറിയനിസത്തിനുമെതിരായ ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശരിയായ നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരിക്കൽ ശരിയായ നിലപാടുകളിൽ എത്തിച്ചേർന്നതുകൊണ്ട് മാത്രം തെറ്റായ ആശയഗതിക്കാതെ എതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിവിഷനിസത്തിൻ്റെയും സെക്ടേറിയനിസത്തിൻ്റെയും കടന്നാക്രമണങ്ങൾ ഉണ്ടാവാം. ആ നിലയിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാകെ ശരി നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ആശയസമരത്തിൻ്റെ ചരിത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഈ പുസ്തകത്തിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ അടയാളപ്പെടുത്തി. അതുമാത്രമല്ല, ഇന്നിപ്പോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണം കഴിഞ്ഞിട്ട് 100 കൊല്ലം തികയുകയാണ്. ഈ 100 കൊല്ലക്കാലം ഏതെല്ലാം തെറ്റായ ആശയങ്ങൾക്കെതിരായി നടത്തിയ പോരാട്ടത്തിലൂടെയാണ് ഇന്നത്തെ നിലപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒട്ടനവധി തെറ്റായ ആശയഗതികൾ, അതിൽ റിവിഷനിസത്തിന്റെ ആശയഗതിയുണ്ട്. ആ റിവിഷനിസവുമായി വേർപിരിഞ്ഞാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന തരത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷവും റിവിഷനിസത്തിന്റെ സ്വാധീന ശക്തി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ സെക്ടേറിയനിസത്തിന്റെ സ്വാധീന ശക്തി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമം നടത്തി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിന്റെ കഥ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്.
1968 ബർദ്വാനിൽ നടന്ന പ്ലീനത്തിന്റെ കാര്യം. 1964 റിവിഷനിസവുമായി വേർതിരിയുന്നത് ഇന്ത്യയിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായഗതികൾ, ഇന്ത്യയുടെ വിപ്ലവത്തിന്റെ ഘട്ടം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ഇന്ത്യൻ ഭരണകൂടം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അണിനിരത്തേണ്ട വിപ്ലവ ശക്തികളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ആ വിപ്ലവ ശക്തികളുടെ നേതാവായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഈ തർക്ക പ്രശ്നങ്ങൾക്കെല്ലാമാണ് 1964 തീർച്ചയായും. പക്ഷേ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ റിവിഷനിസത്തിന്റെ ആശയഗതികൾ അന്ന് വളരെ കരുത്തായി നിലനിന്നിരുന്നു. സെക്ടേറിയനിസത്തിന്റെ ആശയഗതികൾ വളരെ ശക്തിയായി നിലനിന്നിരുന്നു. അതിന്റെ സ്വാധീന ശക്തി ഇന്ത്യയിലും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് തെറ്റായ പ്രവണതകൾക്കുമെതിരായി പോരാട്ടം നടത്തി ശരി നിലപാടിൽ എത്തിച്ചേരുന്ന സമ്മേളനമാണ് ബർദ്വാനിൽ നടന്ന പ്ലീനം. ആ പ്ലീനത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ സമർത്ഥമായി ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ, ആ സമരങ്ങളിലൂടെ ശരി നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തിച്ചേരുന്നത്, അതും സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ നന്നായി തന്നെ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് എന്താ മാവോവാദം? മാവോവാദം എന്ത് കാരണത്താൽ മാർക്സിസമല്ല, എന്ത് കാരണത്താൽ മാവോയുടെ ചിന്താഗതികളുമായും ഇതിന് യാതൊരു പുനബന്ധവുമില്ല. ഇത് ഈ പുസ്തകത്തിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. അത് മാത്രമല്ല, 60കളിലും 70കളിലും 80കളിലുമെല്ലാം ഉണ്ടായ നക്സലൈറ്റ് വിഭാഗമുണ്ട്. അതുപോലെ തീവ്രവാദ നിലപാടെടുത്ത പല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമുണ്ട്. അത്തരം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമായി പോലും ഈ ആധുനിക മാവോയിസ്റ്റുകൾക്ക്, 2004 രൂപം കൊണ്ട ഈ ആധുനിക മാവോയിസ്റ്റുകൾക്ക് യാതൊരു ബന്ധവുമില്ല. അക്കാലത്തെ തീവ്രവാദത്തിന്റെ പാരമ്പര്യം പോലും അവർക്ക് അവകാശപ്പെടാനാവില്ല. അക്കാര്യവും സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്നു. ഈ മാർക്സിസം എന്നുള്ളതൊരു മന്ത്രമല്ലേ, അതൊരു ശാസ്ത്രം. 19ാം നൂറ്റാണ്ടിലാണ് അത് ഉയർന്നു വന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഉയർന്നു വന്ന കാലത്ത് നിലപാടിൽ തറച്ചു നിൽക്കുന്നതല്ല. ശാസ്ത്രം പ്രയോഗത്തിനാണ്. ആ പ്രയോഗത്തിലെ അനുഭവങ്ങളെ ഉൾച്ചേർത്ത് ശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശാസ്ത്രത്തിന്റെ അനുഭവം അങ്ങനെയല്ലേ. ഊർജ്ജതന്ത്രം, രസതന്ത്രം, അതുപോലെ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് പ്രയോഗമാണ്. ആ പ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ ഉൾപ്പെടുത്തി നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാർക്സിസം എന്നത് ഏറ്റവും വികസിച്ച സാമൂഹ്യ ശാസ്ത്ര ആ നിലയിൽ മറ്റെല്ലാ ശാസ്ത്രത്തിന്റെയും സ്വഭാവത്തോടെയാണ്. 19ാം നൂറ്റാണ്ടിൽ അന്ന് വരെ സാമൂഹ്യ വളർച്ച സംബന്ധിച്ച, സാമൂഹ്യ വികാസം സംബന്ധിച്ച എല്ലാ ധാരണകളെയും പരിശോധിച്ചുകൊണ്ടാണ് മാർക്സിസത്തിന് രൂപം നൽകുന്നത്. അവരുടെ കാലത്ത് തന്നെ ലോക സാഹചര്യങ്ങളുടെ, ലോക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ മാർക്സിസം വികസിപ്പിക്കുകയുണ്ടായി. മാർക്സിന്റെയും എംഗൽസിന്റെയും പുസ്തകങ്ങൾ വായിച്ച് നമുക്കത് കാണാൻ കഴിയും. 1840കളിലെ മധ്യഭാഗത്താണ് ഏതാണ്ട് ഉയർന്നു വരുന്നത്. അവിടെയെല്ലാം പല പുസ്തകങ്ങളും പിൽക്കാലത്ത്
അതിനെ വികസിപ്പിച്ചുകൊണ്ടുള്ള നിലപാടിലാണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ മാർക്സും എംഗൽസും തന്നെ പറഞ്ഞു, പലതും ഇനിയും മാറ്റം വരുത്തേണ്ടതുണ്ട്, വികസിപ്പിക്കേണ്ടതുണ്ട്. 1871 പാരീസ് കമ്മ്യൂണിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വലിയ കൂട്ടിച്ചേർക്കൽ വരുന്നു. ബൂർഷ്വാ ഭൂപ്രഭുവർഗത്തിന്റെ ഭരണകൂടം അതുപോലെ നിലനിർത്തിക്കൊണ്ട് സോഷ്യലിസം കെട്ടിപ്പടുക്കാനാവില്ല, തച്ചു തകർക്കണം. ആ നിലയിലുള്ള ഒരു പുതിയ കൂട്ടിച്ചേർക്കൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മുഖവരയിൽ ചേർത്തുകൊണ്ടാണ് മാർക്സും എംഗൽസും അതിനെ വിവരപ്പെടുത്തി. അതുപോലെ മാർക്സിന്റെ പിൽക്കാല രേഖകൾ, പുസ്തകങ്ങൾ, എംഗൽസിൻ്റെത് ഈ മാർക്സിസം വികസിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഇതൊരു മന്ത്രമല്ലേ. ആശയവാദികൾ ബൈബിളിനെ കാണുന്നത് പോലെ, ഖുറാനെ കാണുന്നത് പോലെ, ഗീതയെ കാണുന്നത് പോലെ ശാശ്വത സത്യങ്ങളുടെ സമാഹാരമാണ്. ഇനി ഒന്നും ഇതിൽ നിന്ന് കുറയ്ക്കാനില്ല, കൂട്ടാനില്ല. ഇതല്ലേ ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതൊരു ശാസ്ത്രം. എല്ലാ ശാസ്ത്രത്തെയും പോലെ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെ ചേർത്തുകൊണ്ട് ഇതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിൽ വികസിപ്പിക്കാനാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പരിശ്രമിച്ചത്, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടെല്ലാം തികച്ചും മുഖം തിരിഞ്ഞ നിലപാടാണ് ഈ ആധുനിക മാവോയിസ്റ്റുകളെന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഈ ആളുകൾ എടുക്കുന്നത്. ഇപ്പോ മാർക്സിസം മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒന്നാണ്. മുതലാളിത്തത്തിൽ വീണ്ടും മാറ്റമുണ്ടായി. സാമ്രാജ്യത്തായി മുതലാളിത്തം വളർന്നു. മുതലാളിത്തത്തിന്റെ അവസാന ഘട്ടമായിട്ടാണ് സാമ്രാജ്യത്വത്തെ വിശേഷിപ്പിച്ചത്. ആ സാമ്രാജ്യത്വ ഘട്ടത്തിൽ എങ്ങനെയാണ് മാർക്സിസം പ്രയോഗത്തിൽ വരുന്നത്? ആ വലിയ സംഭാവനയാണ് ലെനിൻ നൽകിയത്. അതാണ് പിൽക്കാലത്ത് മാർക്സിസം ലെനിനിസം എന്ന് വിളിക്കുന്നത്. അതുപോലെ ചൈനയാണ്. ലോക സാഹചര്യം മാത്രമല്ല, ചൈനയിലെ ആഭ്യന്തര സാഹചര്യവും വളരെ സങ്കീർണമാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതകളെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ മാർക്സിസം ചൈനയിൽ വിജയകരമായി പ്രയോഗിക്കണമെന്നതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ മഹാനായ നേതാവ് മാവോ സേതുങ് പരിശ്രമിച്ചത്. എത്രയോ ഇടപെടലുകളിലൂടെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അതിന്റെ കാഴ്ചപ്പാട് വികസിച്ചു കൊണ്ടുവന്നത്. ആദ്യം അവർ ശ്രമിച്ചത് 1920-കളുടെ ആരംഭത്തിൽ റഷ്യയിലെ വിപ്ലവത്തിന്റെ മാതൃകയെ അതുപോലെ പകർത്താനാണ്. പരാജയപ്പെട്ടു. അങ്ങനെ കേട്ടെഴുതലല്ല, മറ്റൊരാൾ പറയുന്നത് എടുത്തു പറയലല്ല മാർക്സിസം. അത് സമൂർത്ത സാഹചര്യങ്ങളെ പറ്റിയുള്ള സമൂർത്തമായ വിലയിരുത്തലും അതിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരുന്നതുമാണ് മാർക്സിസം. ആ നിലയിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രാദേശിക പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ട്, സാർവദേശീയ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് മാർക്സിസത്തെ വികസിപ്പിക്കാൻ തയ്യാറായി. അതാണ് വിജയകരമായ ചൈനീസ് വിപ്ലവത്തിൽ ചെന്നെത്തിയത്. ഇന്നും പല പരീക്ഷണങ്ങളും ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സാംസ്കാരിക വിപ്ലവത്തിന്റെ പരീക്ഷണം, അതിനുശേഷമുള്ള തിരുത്തൽ, അതിനുശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ. ഇതൊരു പുതിയ ഒരു കെട്ടിപ്പടുക്കലാണ്. മാതൃകകളൊന്നുമില്ല. പല രാജ്യത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, നടപടികളാണ്. ചൈനയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ലേ വിയറ്റ്നാമിലെ സമരം? തികച്ചും വ്യത്യസ്തമാണ് പല കാര്യങ്ങളിലും. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൊറിയ വ്യത്യസ്തമാണ്.
ഇന്നിപ്പോ ലാവോസ് സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്ത ഒരു രീതിയിലാണ് ലാവോസിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു ക്യൂബയിലെ വിപ്ലവം. ഒരർത്ഥത്തിൽ ഈ വിപ്ലവം നടക്കുന്ന കാലത്ത് 59 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ അതിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യ വിരുദ്ധ പുരോഗമന ജനാധിപത്യ ശക്തികൾ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരും കൂടി ഒരുമിച്ച് ചേരുകയാണ് പിൽക്കാലത്തുണ്ടായത്. ആ നിലയിൽ ഓരോ രാജ്യവും ഓരോ മാതൃകയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ കാഴ്ചപ്പാടായി എത്തിച്ചേരുന്നത്. മറ്റാരെങ്കിലും പറയുന്നത് പകർത്തി എഴുതി ഈ വിപ്ലവം നടത്താനാവില്ല, ഏറ്റുപറഞ്ഞ് വിപ്ലവം നടത്താനാവില്ല. ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ പറ്റി, ഇന്ത്യൻ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സമൂർത്തമായി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ വിപ്ലവ കടമകൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഈ സമീപനത്തെ സമ്പൂർണമായി നിഷേധിക്കുന്നതാണ് അന്ധവിശ്വാസികളുടെ, തികഞ്ഞ ആശയവാദികളുടെ മാർക്സിസ്റ്റ് വിരുദ്ധമായ സമീപനാണ് ഈ ആധുനിക മാവോയിസ്റ്റുകളെ സംബന്ധിച്ചുള്ളത്. കുലബന്ധം പോലും മാർക്സിസവുമായി അവർക്കില്ല, മാവോയുടെ ചിന്തകളുമായി കുലബന്ധം പോലുമില്ല. മാവോ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മറ്റൊട്ടനവധി സംഭാവനകൾ നൽകിയതുപോലെ മറ്റൊരു മഹത്തായ സംഭാവനയും നൽകി. അത് ജനകീയ നയം, മാസ് ലൈൻ, ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയായി മാറ്റുന്നതിൽ മാവോസേതുങ്ങിന്റെ സംഭാവന വളരെ വലുതാണ്. ഇതിന്റെ പരിപൂർണമായ നിഷേധമല്ലേ ഈ ആധുനിക മാവോയിസ്റ്റ്? ഒന്നോ രണ്ടോ ആളുകൾക്ക് വിപ്ലവം നടത്താം. അതുകൊണ്ട് ഇവർക്ക് മാർക്സിസത്തെ പറ്റി പറയാൻ അവകാശമില്ല, മാവോയെ പറ്റി പറയാൻ അവകാശമില്ല. എന്താ ഇവർ ചെയ്യുന്ന ജോലി? സഖാവ് ഗോവിന്ദ മാസ്റ്റർ വളരെ സമർത്ഥമായി ഇതിനകത്ത് കൈകാര്യം ചെയ്തു. ആരാ അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്? മാഷ് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ, ഖനി മാഫിയകളാണ്. നമ്മുടെ രാജ്യത്തിലെ ആദിവാസി ജനവിഭാഗങ്ങൾ പാർക്കുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ ഖനികളുള്ള പ്രദേശമാണ്. അവിടെ വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഖനി മാഫിയയുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടരാണ്. അതുമാത്രമല്ല, സാമ്രാജ്യത്വ ശക്തികളുമായി ഇവർക്ക് ബന്ധമുണ്ട്, മത തീവ്രവാദ ശക്തികളുമായി അവർക്ക് ബന്ധമുണ്ട്. എല്ലാ ആധുനിക ചിന്താഗതിയെയും എതിർക്കുന്ന പോസ്റ്റ് മോഡേണിസം, ആ മോഡേണിസത്തിന്റെ അന്തരീക്ഷത്തെയും ഇവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഉത്തരാധുനികത എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങളെയും നിഷേധിക്കുന്നതാണ്, എല്ലാ പൊതു നിലപാടുകളെയും നിഷേധിക്കുന്നതാണ്, എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളെയും നിഷേധിക്കുന്നതാണ്. ആ തരത്തിൽ അത് എല്ലാ പുരോഗമന ജനാധിപത്യപരമായ ആശയങ്ങൾക്കുമെതിരായി സാമ്രാജ്യത്വം വളരെ ബോധപൂർവ്വം സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പുതിയ ദാർശനിക സമീപനം. ആ ദാർശനിക സമീപനത്തിൽ നിന്നും ആവേശം ഈ അത്യന്ത ആധുനികരായ ഈ മാവോയിസ്റ്റുകൾ എടുത്തുപയോഗിക്കുന്നത് നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഇവർ സാമ്രാജ്യത്വത്തെയാണ് സഹായിക്കുന്നത്, നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്, നമ്മുടെ രാജ്യത്തിലെ ചൂഷക വർഗങ്ങളെയാണ് സഹായിക്കുന്നത്. എല്ലാ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിനും എതിരായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായി ആക്രമണം നടത്താനുള്ള സഹായക ശക്തികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലയിൽ അറുപിന്തിരപ്പനാണ് ഇവരുടെ സമീപനം, മാർക്സിസ്റ്റ് വിരോധപരമാണ് ഇവരുടെ സമീപനം.
മാവോയുടെ ചിന്തകളെ പൂർണ്ണമായി നിഷേധിക്കുന്നതും എതിരായതുമാണ് അവരുടെ സമീപനം. അതുകൊണ്ടാണ് മാസ്റ്റർ അവരോട് പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ ചിലരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഉണ്ടായെന്ന് വരാം. ആ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, തിരുത്താൻ സഹായിക്കും. ആ നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ തിരുത്തി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരാനാവണം. നേരത്തെ പറഞ്ഞ ശക്തികളെ സഹായിക്കുന്ന ആളുകൾ ഇന്നത്തെ നിലപാടുമായി അവർ മുമ്പോട്ട് പോയതും വരാം. ആ നിലയിൽ ഇന്ന് പ്രധാനമായ എല്ലാ സൈദ്ധാന്തികമായ പ്രായോഗികമായ പ്രശ്നങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് ഈ കാട് കയറുന്നവരെ പറ്റി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇത്തരം ഒരു പുസ്തകം രചിച്ചതിന് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വലിയ കാലിക പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇനിയും ഇത്തരം ഗ്രന്ഥങ്ങൾ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടും മാർക്സിസത്തിന്റെ പ്രയോഗത്തെ ശക്തിപ്പെടുത്താൻ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. സഹോദരന്മാരെ, സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയ കാട് കയറുന്ന ഇന്ത്യൻ മാവോവാദം എന്ന പുസ്തകമാണ് പാർട്ടിയുടെ പൊളിറ്റ്ബ്യൂറോ മെമ്പർ സഖാവ് SRP ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയ പ്രശ്നങ്ങളാണ് ഈ പുസ്തകത്തിൽ കൂടി മുന്നോട്ടെടുത്തത്. ഈ സന്ദർഭത്തിൽ കൂടുതൽ ഇനി സംസാരിക്കുന്ന രീതിയിൽ SRP പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് സഖാവ് അഴീക്കോടന്റെ 48ാമത് രക്തസാക്ഷി വാർഷിക ദിനം. സഖാവ് അഴീക്കോടൻ രക്തസാക്ഷിയായത് തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു സംഘം ആളുകളാണ് സഖാവ് അഴീക്കോടനെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയത്. അന്ന് കേരളം ഭരിച്ച കോൺഗ്രസ് മന്ത്രിസഭ, UDF മന്ത്രിസഭ ആ തീവ്രവാദികൾക്ക് എല്ലാ പ്രോത്സാഹനം കൊടുക്കുകയാണ്. ആ ഭരണത്തിന്റെ തണലിലായിരുന്നു സഖാവ് അഴീക്കോടനെ നിഷ്ഠൂരമായി പ്രവർത്തിച്ചത്. എല്ലാ സന്ദർഭങ്ങളിലും CPM-നെ ദുർബലപ്പെടുത്താൻ ഇത്തരം തീവ്രവാദ ആശയഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വിശാല സഖ്യത്തിന്റെ ഭാഗമായി ഈ തീവ്രവാദ ശക്തികളെ, മാവോയിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിയത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സമരത്തിലും ഈ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDF ചെയ്യുന്നത്. കേരളത്തിൽ എപ്പോഴെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, ആ സന്ദർഭങ്ങളിലെല്ലാം ഇത്തരത്തിൽ
തീവ്രവാദ ശക്തികൾ നടത്തിയ പ്രവർത്തനത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ സ്വീകരിച്ചത്. ഇന്നും അതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. മാവോവാദവും ഈ തീവ്രവാദ പ്രവർത്തനവും വിപ്ലവ പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ്. ഒറ്റപ്പെട്ട ഭീകരവാദ പ്രവർത്തനം കൊണ്ട് സമൂഹത്തെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് CPI പ്രവർത്തിക്കുന്നത്. മാവോയിസ്റ്റുകൾ മാവോവാദ നിലപാട് സ്വീകരിക്കുന്നത് ലക്ഷറെ തോയ്മയുടെ പ്രവർത്തനത്തെ പോലും ന്യായീകരിക്കുന്നു. ലക്ഷറെ തോയ്മ എന്ന തീവ്രവാദ പ്രസ്ഥാനം ഒരു സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ അവരുമായി കൈകോർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഇസ്ലാം പേര് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികളുമായി ഇവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ആ തീവ്രവാദ ശക്തികൾക്ക് ഇവരെല്ലാം ചേർന്ന തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ UDF-ന് യാതൊരുവിധ മനഃശാന്തിയുമില്ല. എല്ലാ ശക്തികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ ഒരു പോർമുഖം തുറക്കാനാണ് കേരളത്തിൽ വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ നടത്തുന്ന പ്രവർത്തനത്തെ കഠിനം പിടിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ സ്വീകരിക്കുന്ന സമീപനം. ഈ നിലപാടുകൾ അവർ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി നടത്തുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ വിശാലമായ ജനങ്ങളെ അതിർത്തിക്കൊണ്ട് ഉള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ടുന്ന അഴീക്കോടനെ പോലെ ഉജ്ജ്വലരായ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ പോലും മടിയില്ലാത്ത ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായിട്ടാണ് കേരളത്തിൽ ഇത്തരം ശക്തികൾ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അവർ മറവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ തെറ്റായ ആശയത്തിനെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്ന വിവിധ വിഷയങ്ങളാണ് സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ ഉണർത്തിയിട്ടുള്ളത്. പരമാവധി വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത ബഹുമാനായ വേദിയിലുള്ള സാഗര സാഹിബ് കോടിയേരി ഗോവിന്ദ മാസ്റ്റർ പരമേശ്വരൻ സഹോദരീശ്വരന്മാർ ചിന്ത ആരംഭിച്ചിട്ട് 47 വർഷം കഴിഞ്ഞെന്ന് എനിക്ക് ഓർക്കുക. വഴിക്കോടൻ വധിക്കപ്പെട്ട ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുണ്ടായി. അദ്ദേഹം വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് പാർട്ടിയുടെ ഒരു പ്രസാധന സംവിധാനം ദേശാമാനം കുറിച്ചുണ്ട്. അതിന് പുറമെ കുറെ കൂടി വിപുലമായ രീതിയിലൊരു പ്രസാധന ആലയം വേണം എന്ന രീതിയിൽ ചർച്ച നടത്തി വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ ശേഷമാണ് അഴീക്കോടൻ വധിക്കപ്പെടുന്നത്. അപ്പം അന്ന് അഴീക്കോടൻ്റെ രക്തസാക്ഷി ദിനത്തിൻ്റെ ആദ്യ വാർഷികം ആചരിക്കുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണാലയം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നിത് ആരംഭിക്കുന്നത്. മാർക്സിസം ഒരു പാഠപുസ്തകം എന്നൊരു കൃതി യൂണിവേഴ്സിറ്റി മറ്റ് മാർക്സിസ്റ്റ് ആചാര്യന്മാരുടെയും പ്രസിദ്ധീകരിക്കപ്പെട്ട പല ലേഖനങ്ങളിൽ നിന്ന് ചേർത്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പുസ്തകങ്ങൾ. ഞാനതിനെ പറ്റി ഒരു വാചകം കൂടി പറഞ്ഞ അവസരം, അതായത് അന്ന് ചിന്ത പബ്ലിഷേഴ്സ് ഒരു ചരിത്രം സൃഷ്ടിച്ചു. 5000 കോപ്പി എടുത്തു. 6 മാസം കൊണ്ട് അത്രയും കോപ്പി വിറ്റഴിക്കാൻ കഴിയും.
അത് അന്ന് പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരുമൊക്കെ നമ്മളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് കാണിച്ച വലിയ ആവേശത്തിൻ്റെ ഫലമായിട്ട്, അതായത് ചിന്തയുടെ കൈമുതൽ, ആ കൈമുതലാണ് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചിന്ത പക്ഷത്ത് വിപുലീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചത്. ഇന്ന് ഗോവിന്ദമാഷിന്റെ ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയൊക്കെ നമ്മുടെ ബഹുമാനിയായ നേതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, ഒരു ചരിത്രമെന്ന നിലയിൽ ഏതാണ്ട് 38-39 വർഷം മുമ്പേ 1981-82 കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ചിന്താവാരികയിലും ദേശാമാനി പത്രത്തിലൊക്കെ അന്ന് എഴുതിയുണ്ട്. ഒന്നാമത്തെ LDF ഗവൺമെന്റിന്റെ കാലം അതിനെതിരെ ഈ മാവോവാദത്തെ ഉപയോഗിക്കാൻ വേണ്ടി, അന്നാണെങ്കിൽ മാവോവാദം വളരെ ഇന്നത്തേക്കാൾ കൂടുതൽ ശക്തമാണ്. കെ വേണുവിൻ്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും സാന്നിധ്യം, അവരുടെ പലതരത്തിലുള്ള കൃതികൾ, അവരുടെ ആശയ പ്രചരണം, അതിന് ഇന്നെന്ന പോലെ അന്ന് മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്ന എന്നെപ്പോലുള്ളവരുടെ ഭാഷയിൽ അമിതമായ പ്രചാരം, ഇതിനെ നേരിടുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ചിന്താഗതിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് എന്നെപ്പോലുള്ള ഇത്തരത്തിലുള്ള ചില ലേഖനങ്ങൾ എഴുതിയത്. അത് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്ന് പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷെ ഇത്രയും സാർക്ക് ഇവിടെ വിശദീകരിച്ചതുപോലെ അന്നത്തെ ആവശ്യത്തിനനുസരിച്ച് ലേഖനങ്ങൾ എഴുതിയതായതുകൊണ്ട് ഇതിന് ഒരു കൃത്യമായ ഒരു അടിസ്ഥാനം, ഈ ഭഗവാൻ പ്രീതത്തിൻ്റെ പ്രമേയം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കൃത്യമെന്ന് നിലയ്ക്കല്ല, അന്ന് ഉയർന്നു വരുന്ന സാന്ദർഭികമായ പ്രശ്നങ്ങൾ, അതിനുള്ള മാർക്സിസത്തിൻ്റെ മറുപടി എന്ന നിലയിൽ, അതായത് ഇത് കുറെ കൂടെ ചിട്ടയായി ഈ മാവോവാദത്തെ പറ്റി പഠിക്കുന്നതിന്. കാരണം മാവോവാദത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റം അതിൻ്റെ അങ്ങേയറ്റത്തെ ദ്രവീകരണമാണ്, നശിച്ചില്ലാതാവലാണ്, ഏറ്റവും വികൃതമാവലാണ്. എന്നിട്ടും പക്ഷേ അതിനെ ഉയർത്തിപ്പിടിക്കാൻ പലരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളത്. ആ കാര്യങ്ങളെയെല്ലാം ഗോവിന്ദമാഷ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ ഭംഗിയായി ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലുള്ള ചാരിതാർത്ഥ്യം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഞങ്ങൾ വളരെയധികം സ്വാധീനിച്ച ആശയഗതി തന്നെയാണ്. എന്നാൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മളെ തെറ്റാണെന്ന് പഠിപ്പിച്ചത്. കാരണം ലോകത്തിലെ ഒരു ചിത്രത്തിൽ നോക്കിയാൽ മാവോവാദം വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയാണ് അതിന്റെ സോഴ്സ്. പക്ഷെ ആ സോഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യം പിടിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ. ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പം പെറുവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങുന്ന ഷൈനിങ് പാർക്ക്, അഭിമൽ ഗുസ്മാന്റെ ഷൈനിങ് പാർക്ക്, അതുപോലെ കൊളംബിയയിലുള്ള ഫാർട്ട് പ്രസ്ഥാനം, അതുപോലെ കാസ്ട്രാഡ് തന്നെ ജൂലൈ 21 പോകുന്നുണ്ട്. ഇതൊക്കെ ഈ രീതിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ ക്യൂബ ഇന്ന് പിടിച്ചു നിൽക്കാൻ കാരണം ആ പാത വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൈകോർത്ത് ജനകീയ പ്രസ്ഥാനമായി മാറിയപ്പോഴാണ് ക്യൂബ വിജയിച്ചത്. എന്നാൽ ഷൈനിങ് പാർക്ക് തകർന്ന ഇവിടെ പെറുവില്ല. ഭൂരിപക്ഷ നേതാക്കൾ എന്തും ചെയ്യില്ല. അവർക്ക് ഒരു പ്രസ്ഥാനമായിട്ട് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പാർട്ടി പ്രസ്ഥാനം സമീപകാലത്ത് 2-3 വർഷം മുമ്പാണ് അവർ ജനാധിപത്യ പ്രക്രിയയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചത്. ഇപ്പൊ മാഷ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ കണ്ടു, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചണ്ഡയുടെ മാവോവാദം പറഞ്ഞ പ്രചണ്ഡ ഉപയോഗിച്ച് പ്രചണ്ഡ വീണ്ടും പാർലമെന്റ് ജനാധിപത്യം സ്വീകരിച്ച നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുണൈറ്റഡിന്റെ കൂടെ ചേരുകയും ജയിക്കുകയും. കാരണം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് ആകെയുള്ള
പ്രശ്നം എന്ന് പറയുന്നത് അത് ജനങ്ങളുമായിട്ട് കൈകോർക്കുന്നില്ല. അവരൊരു ഒറ്റപ്പെട്ട പ്രസ്ഥാനമായിട്ട് മാറി നിൽക്കുകയും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ആ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഗനിമാഫിയയിൽ നിന്ന് കാശ് സ്വീകരിക്കാൻ അവർക്ക് മടിയില്ലാത്തത്. കാരണം ആ രീതിയിലൊരു പ്രസ്ഥാനമായിട്ട് ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ പാർട്ടികളൊക്കെ തന്നെ മാറുകയുണ്ടായി. ഞാനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നക്സൽ വാലിയിൽ പോയി. ആ നക്സൽ വാലിയിൽ പോയി ഞങ്ങൾ കല്ലൂർ സെന്ററിന്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം കല്ലൂർ സെന്ററുമായിട്ട് എനിക്ക് സംസാരിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ കല്ലൂർ സെന്ററിൽ അവസാനം ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ അഡമന്റായിട്ട് ജോർജ് ബസോനെ എതിർത്ത ആളായിരുന്നു. പക്ഷെ ഈ പാർലമെന്ററി ഡെമോക്രസിയിൽ വന്നാലും ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ജോർജ് ബസോ തെളിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ തന്നെ ഒരു പാർലമെന്ററി ഡെമോക്രസിയിൽ നിന്ന് മാറി CPM ഏറ്റവും കൂടുതൽ പഴി കേട്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഏറ്റവും കൂടുതൽ പഴി കേട്ടത് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് മാറിയപ്പോഴാണ്. അതായത് ആ പാർലമെന്ററി ജനാധിപത്യത്തെയും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ. കാരണം അതുകൊണ്ടാണ് CPM ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. മാവോവാദികൾക്ക് ഒരു ആരും അറിയാത്ത ഒളിത്താവളങ്ങളിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് അവർ താഴുകയും ചെയ്തു. കാരണം അതുകൊണ്ടാണ് പറയുന്നത് ഈ പുസ്തകം ആ രീതിയിൽ വായിക്കപ്പെടേണ്ടതാണ്. ഞാനത് വായിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ രീതിയിലുള്ള പല വീക്ഷണങ്ങളും ഇതിൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചാപ്റ്റർ തന്നെയാലും പറയുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു വായനയ്ക്ക് ഈ പുസ്തകം വിധേയമാക്കണം. കാരണം ഗോവിന്ദ മാഷക്ക് ഇതിനെക്കുറിച്ച് നന്നായി ആശയ ദൃഢതയുള്ള ഒരാളാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇതിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പോലും വലിയൊരു പങ്കുള്ള ആളാണ്. കാരണം അങ്ങനെയുള്ള ഗോവിന്ദ മാഷക്ക് ഇത് വളരെ കൃത്യമായിട്ട് എഴുതാൻ കഴിയും. കാരണം അത് കൂടുതൽ വായിക്കപ്പെടണം, അതിനെല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.